വെൽക്കം ടു മൂവി ബ്രാൻഡ്. കേരളക്കരയാകെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. 2017 ഫെബ്രുവരി 17 തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത്. കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത്. പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു. 88 ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞതിനു ശേഷമായിരുന്നു നടൻ ദിലീപിന് ജാമ്യം ലഭിച്ചത്. കർശന വ്യവസ്ഥകളോടെയായിരുന്നു ഹൈക്കോടതി ജാമ്യം നൽകിയത്. കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നു. അതിലൊരാളാണ് നിർമ്മാതാവ് സജി നന്ദ്യാട്ട്. ഇപ്പോൾ അന്തിമ വിധി പറയാനായി കേസ് മാറ്റിയിരിക്കുകയാണ്. ജൂണിൽ തന്നെ വിധി വരുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോഴിതാ ദിലീപ് അറസ്റ്റിലായ ദിവസം താൻ ഉറങ്ങിയിട്ടില്ലെന്ന് പറയുകയാണ് സജി നന്ദ്യാട്ട്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇതേക്കുറിച്ച് സംസാരിച്ചത്. ദിലീപിന്റെ കേസിൽ കോടതിയിൽ നിന്ന് വലിയ താമസമില്ലാതെ വിധി വരും. 2000-ഓളം തെളിവുകൾ, 261 സാക്ഷികളൊക്കെ ഉണ്ട്. ഒരാളെ ശിക്ഷിക്കാൻ ഒരു തെളിവ് മതി. സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം ഒരാളെ ശിക്ഷിക്കാൻ ഒരു സാക്ഷി മതി. ഈ കേസിൽ ഇത്രയും സാക്ഷികളും ഇത്രയും ശാസ്ത്രീയ തെളിവുകളുമുണ്ട്. അതിൽ തന്നെ ഒരു ദുരൂഹത മണക്കുന്നുണ്ട്. തന്റെ വിശ്വാസം ദിലീപ് ഈ കേസിൽ 101% നിരപരാധിയാണ് എന്ന് വിധി വരും. അന്ന് താൻ ചാനലിൽ വരും, ചില കാര്യങ്ങൾ പറയും. ഉഗ്രൻ സാധനങ്ങളാണ്. ഇത്രയും നാൾ ചില കാര്യങ്ങൾ പൊതുമധ്യത്തിൽ പറയാൻ ചില പരിമിതികളുണ്ട്. കോടതിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പരിമിതികളുണ്ട്. മാത്രമല്ല, സ്ത്രീകൾക്കെതിരെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ കുരുങ്ങും. വിധി വരുന്ന അന്ന് പറയും എന്തുകൊണ്ട് ദിലീപ് ഈ കേസിൽ എങ്ങനെ അകപ്പെട്ടു എന്നത്. എറണാകുളത്ത് വെച്ച് നിർമ്മാതാക്കളും വിതരണക്കാരും ഒക്കെയുള്ള യോഗത്തിൽ വെച്ചാണ് യഥാർത്ഥ സംഭവം എന്താണെന്ന് മനസ്സിലായത്. അന്ന് ഈ സംഭവം കത്തി നിൽക്കുകയാണ്. യോഗം ചേരുന്ന ഹാളിന് മുന്നിൽ മാധ്യമപ്രവർത്തകർ കാത്തു നിൽക്കുന്നുണ്ട്. താൻ പുറത്തേക്ക് ചെന്ന് പൊട്ടിത്തെറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് വൈകിട്ട് തന്നെ ചാനലുകൾ ചർച്ചയ്ക്ക് വന്നു. അതിനുശേഷം ഒരു യാത്രയായിരുന്നു. ദിവസം 8 മണിക്കൂറുകളൊക്കെ ആയിരുന്നു ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. ദിലീപ് അറസ്റ്റിലായ ദിവസം തനിക്ക് ഉറക്കം വന്നില്ല. കാരണം അതുവരെ ഈ വിഷയത്തിൽ തനിക്കൊപ്പം നിൽക്കണോ വേണ്ടയോ എന്ന് സംശയിച്ചു നിന്ന വീട്ടുകാർ അന്ന് തന്നെ തള്ളിപ്പറഞ്ഞു. തന്റെ 2 ആൺമക്കൾ ഒരാഴ്ച കോളേജിൽ പോയില്ല. കാരണം സജി നന്ദ്യാട്ടിന്റെ മക്കളല്ലേ എന്ന ചോദ്യം കാരണം. അന്ന് വൈകിട്ട് ചാനലുകാർ മൊത്തം തന്നെ വാരി അലക്കുകയായിരുന്നു. അലുമിനിയ കലത്തിന്റെ മേലെ പാണ്ടിലോറി കയറിയ അവസ്ഥയായിരുന്നു എന്റേത്. തന്റെ വ്യക്തിപരമായ ഒരു പ്രശ്നമല്ലാതിരുന്നിട്ട് കൂടി അത് തന്നിലേക്ക് ആവാഹിച്ചു. അന്ന് തനിക്ക് ഉറക്കം വന്നില്ല. ദിലീപിന് പോലും അത്ര പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല. ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ട രാത്രി ഭയങ്കരമായിരുന്നു. പക്ഷെ ഇക്കാര്യം ദിലീപിനോട് പോലും പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് കാണാറുണ്ട്, അടുത്ത് നിൽക്കാറുണ്ട്. പക്ഷേ ഇതുവരെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. പറയേണ്ട കാര്യമില്ല. പറയുന്നത് എന്തെങ്കിലും കിട്ടാനായിരിക്കണം. അതിന്റെ ആവശ്യമില്ല. അദ്ദേഹം മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ. ആരിൽ നിന്നും നമുക്ക് നന്ദിയൊന്നും പ്രതീക്ഷിക്കാനാകില്ല. ദിലീപിന്റെ ഹോട്ടലുകൾ അടിച്ചു പൊട്ടിച്ചതുപോലെ തന്റെ കോളേജിന്റെ പരസ്യ ബോർഡുകൾ നശിപ്പിച്ചു കളഞ്ഞു. ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ആരുടെ സഹതാപവും ആവശ്യമില്ല. നമ്മളുടെ ജീവിതം ചെറുതാണ്. അതിൽ ഒന്ന് അടയാളപ്പെടുത്തി പോകുക എന്നതാണ്, സത്യം പറയുക എന്നതാണ് എന്നും സജി നന്ദ്യാട്ട് പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസവും ദിലീപ് നിരപരാധിയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചിരുന്നു. ദിലീപിനെ ചിലർ കുരുക്കിയതാണെന്നും സജി നന്ദ്യാട്ട് പറഞ്ഞിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിലേക്ക് കാര്യങ്ങൾ വന്നു. എറണാകുളത്ത് ഇതുമായി ബന്ധപ്പെട്ടവരെല്ലാം ഇരിപ്പുണ്ട്. നല്ലൊരു പണി ദിലീപിന് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ആ റൂമിലിരുന്ന് എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ റൂമിൽ ഇരിക്കുന്ന കാര്യം ഇവർക്കറിയില്ല. ഇവരെല്ലാം ഇരുന്ന് യഥാർത്ഥ സംഭവം പറയുന്നു. ആ സമയത്ത് ആർക്കും ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കേരള സമൂഹത്തിൽ 99% എതിരാണ്. ഒപ്പം ഇൻഡസ്ട്രി മൊത്തവും ദിലീപിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരും വലം കൈകളും പോലും പേടിച്ചുപോയി. ഞാൻ ഒറ്റയ്ക്ക് തിരിനാളമായി കയറി വന്നപ്പോൾ ഞാൻ പണം വാങ്ങിയിട്ടുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു. അങ്ങനെയെങ്കിൽ പോലീസ് എന്നെ കൊണ്ടുപോയേനെ. ദിലീപിന്റെ ഡേറ്റിന് വേണ്ടിയാണെന്നും പറഞ്ഞു. അതിന് ഞാൻ ചാനലിൽ പോകേണ്ട കാര്യമില്ല. ദിലീപുമായി ഇടയ്ക്ക് കാണാറുണ്ടെന്നല്ലാതെ അടുത്ത സൗഹൃദം താനുമായി ഇല്ലെന്ന് സജി നന്ദ്യാട്ട് പറയുന്നു. ദിലീപിനടുത്തോ കാവ്യാമാധവനടുത്തോ അനിയനും അളിയനും അടുത്തോ ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. ഒരാൾക്ക് ഉപകാരം ചെയ്തെന്ന് വെച്ച് അതിലൂടെ നേട്ടമുണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സജി നന്ദ്യാട്ട് പറയുന്നു. ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നെന്ന് പറയുന്നു. സജി നന്ദ്യാട്ട് കോടതിയിലുള്ള കേസായതിനാൽ ഇതേക്കുറിച്ച് സംസാരിക്കുന്നില്ലെന്നും പറയുന്നുണ്ട്. അധികം താമസിക്കാതെ വിധി വരും. ദിലീപ് നിരപരാധിയാണെന്ന് വിധി വരുമെന്ന് വിശ്വസിക്കുന്നു. അന്ന് ഞാൻ ചാനൽ ചർച്ചകളിൽ ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കുമെന്നും നിർമ്മാതാവ് വ്യക്തമാക്കി. സിനിമാ സംബന്ധമായി ഹാളിൽ വെച്ച് നടന്ന ചർച്ച കേട്ടപ്പോഴാണ് ദിലീപ് കുറ്റക്കാരനല്ലെന്ന് മനസ്സിലായതെന്നും സജി നന്ദ്യാട്ട് പറയുന്നുണ്ട്. ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ട അന്ന് വേണ്ടപ്പെട്ടവർ പോലും തന്നെ തള്ളി പറഞ്ഞു. എന്റെ മോനെ കോളേജിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. എന്റെ സ്ഥാപനത്തിന്റെ
എക്സുകൾ നശിപ്പിച്ചു. ദിലീപ് ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം എന്നെ വിളിച്ചിട്ടുണ്ട്. അമ്മ മരിച്ചപ്പോൾ ആദ്യം വരുന്നത് ദിലീപിന്റെ കോളാണ്. 9:16 എന്റെ അമ്മ മരിച്ചത്. 9:18 ദിലീപിന്റെ കോള് വന്നു. മകന്റെ കല്യാണത്തിന് ദിലീപിനെ വിളിച്ചിരുന്നില്ല. സഹോദരൻ അനൂപിനെ വിളിച്ചു. എന്നെ കണ്ടപ്പോൾ അനൂപിന്റെ ഭാര്യ കരഞ്ഞു. മകന്റെ വിവാഹത്തിന് ക്ഷണിച്ചു. ദിലീപിനെ ഞാൻ മനഃപൂർവ്വം വിളിച്ചില്ല. എന്നാൽ കല്യാണത്തിന് കാവ്യമാധവനെ ഉൾപ്പെടെ കൂട്ടി ദിലീപ് വന്നു. ദിലീപ് ബോംബെയിലെ ഷൂട്ടിങ്ങിൽ നിന്നും അവധി വാങ്ങിയതാണ്. കാവ്യ താമസിക്കുന്നത് മദ്രാസിൽ പോയി കാവ്യയെ കൂട്ടിക്കൊണ്ടുവന്നു. അതല്ലേ സ്നേഹമെന്നും സജി നന്ദ്യാട്ട് ചോദിക്കുന്നു. വിചാരണ വൈകിക്കുന്നത് ദിലീപാണെന്ന് പൾസർ സുനി പറഞ്ഞതോടെ രണ്ടു കൂട്ടരും രണ്ട് പക്ഷത്താണെന്ന് വ്യക്തമായില്ലേ എന്ന് സജി നന്ദ്യാട്ട് നേരത്തെ ചോദിച്ചിരുന്നു. പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചത് വ്യക്തിപരമായി താല്പര്യമുള്ള കാര്യമല്ല. കാരണം ഈ കേസിലെ ഒന്നാം പ്രതിയാണ് അയാൾ. സുനിയാണ് ഈ കുറ്റകൃത്യം ചെയ്തത്. പക്ഷേ സുപ്രീം കോടതിയുടെ വിധി അംഗീകരിക്കാൻ എല്ലാ പൗരന്മാർക്കും ബാധ്യതയുണ്ട്. അതുകൊണ്ട് കോടതി വിധി മാനിക്കുന്നു. സുപ്രീം കോടതിയിൽ പൾസർ സുനി പലതവണയായി ജാമ്യ ഹർജി കൊടുക്കുന്നു. ഹൈക്കോടതിയിലും പലതവണ ജാമ്യ ഹർജി കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ള പണം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പൾസർ സുനി ജാമ്യം ലഭിക്കാൻ പറഞ്ഞ കാരണം എന്താണ്? ദിലീപിന്റെ അഭിഭാഷകൻ വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും 109 ദിവസം വിസ്തരിച്ചു. അതിൽ 90 ദിവസവും വിസ്തരിച്ചത് ദിലീപിന്റെ അഭിഭാഷകൻ രാമൻ പിള്ളയെയാണ് എന്നൊക്കെയാണ്. അതിന് കാരണം എന്താണ്? കുറ്റപത്രത്തിൽ 1800 പേജാണുള്ളത്. ഈ 1800 പേജുകളും തലനാരിഴ കീറി പരിശോധിക്കപ്പെടണം. എന്നിട്ട് അത് ക്രോസ് ചെയ്യേണ്ടി വരും. അത് നിയമം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. കോടതിയിൽ അത് ക്രോസ് ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ ഒട്ടേറെ സാക്ഷികൾ ഊഹാപോഹം പ്രചരിപ്പിക്കുന്നവർ ഒത്തിരിയുണ്ട്. പിന്നെ ഡിജിറ്റൽ തെളിവുകൾ ഇതെല്ലാം ക്രോസ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായും സമയമെടുക്കും. അതിനിടയ്ക്ക് ബാലചന്ദ്രകുമാറിന്റെ എൻട്രി, പല കേസുകളും വരുമ്പോൾ ദിലീപിനെതിരായി പല കാര്യങ്ങളും ആരോപിക്കുമ്പോൾ സ്വാഭാവികമായി ദിലീപ് അതിനെ കൗണ്ടർ ചെയ്യും. ദിലീപും അദ്ദേഹത്തിന്റെ 2012 മുതലുള്ള എല്ലാ ബാങ്ക് ഇടപാടുകളും ഫോണുകളും എല്ലാം നിരീക്ഷണത്തിലാണ്. ജാമ്യം ലഭിച്ചിട്ടുള്ളയാളെ സ്വാഭാവികമായും നിരീക്ഷിക്കും. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ജാമ്യ വ്യവസ്ഥ ലംഘിക്കാനുള്ള നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കും. അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള പ്രശ്നം വരാതിരിക്കാൻ ദിലീപ് പരമാവധി ശ്രമിക്കും. സുപ്രീം കോടതിയിൽ കേസ് നടത്തിയിട്ടുള്ള ഏതൊരാൾക്കും അതിന്റെ ചിലവ് അറിയാം. പൾസർ സുനിക്ക് ഇത്രയും ലക്ഷങ്ങൾ എവിടുന്ന് വന്നു? അതിൽ ദുരൂഹതയുണ്ട്. ഇത് എന്താണ് അന്വേഷിക്കാത്തത്? ദിലീപിന്റെ വക്കീലാണ് വിചാരണ നീട്ടിക്കൊണ്ടു പോകാൻ കാരണക്കാരൻ എന്നാണ് സുനിയുടെ വാദം. അപ്പോൾ പൾസർ സുനിയും ദിലീപും രണ്ട് പാത്രത്തിലാണ് എന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. പിടിക്കപ്പെട്ടതിന് ശേഷം ദിലീപാണ് ഇത് ചെയ്തത് എന്ന് ജയിലിൽ നിന്ന് കത്തയക്കുകയായിരുന്നു. ആ ജയിലിൽ നിന്ന് കത്തയപ്പിച്ചത് ആര്? അവരാണ് ഇതിന് പിറകിൽ. അതിൽ സംശയം എന്തിരിക്കുന്നു? ഇത് ദിലീപിനെതിരെയുള്ള കൊട്ടേഷനാണ്. ഈ ആളാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന് പൾസർ സുനി എന്തുകൊണ്ട് ഇക്കാര്യം ആദ്യം പറഞ്ഞില്ല? അത് മാത്രമല്ല, ആദ്യം പൾസർ സുനി ഓടിക്കയറിയ ദൃശ്യങ്ങളിലുള്ളത് ഒരു വീടാണ്. ആ വീട് കേന്ദ്രീകരിച്ച് ഇന്ന് വരെ അന്വേഷണം നടന്നിട്ടുണ്ടോ? ഇതിൽ ദുരൂഹതയുണ്ട് എന്നതിൽ സംശയം എന്തിരിക്കുന്നു എന്നും സജി നന്ദ്യാട്ട് പറഞ്ഞിരുന്നു.